നമസ്കാരം. തേടേ ന്യൂസിലേക്ക് സ്വാഗതം. കൊച്ചിയിലെ കുപ്രസിദ്ധ ക്രിമിനൽ ഗാങ്ങുകളുടെ പ്രധാന ബിസിനസ് ലഹരി കച്ചവടമാണെന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളുമായി എത്തിയിരിക്കുകയാണ്. ഒരു കാലത്ത് കൊച്ചിയുടെ അധോലോകത്തെ തന്നെ ഏറെക്കാലം നിയന്ത്രിച്ച കുപ്രസിദ്ധ ഗുണ്ടാ നേതാവ് അനീഷ് ആന്റണി എന്ന മരട് അനീഷ്. സിനിമകളിലെല്ലാം കാണുന്നത് പോലെ മുംബൈയിലെ ഡി കമ്പനി എന്നതുപോലെയാണ് എഫ് കമ്പനി എന്ന് പേരിട്ട് കൊച്ചിയിലെ പല സംഘങ്ങളും ഇപ്പോൾ ഒരൊറ്റ ഗ്യാങ്ങായി മാറിയെന്നും അനീഷ് വെളിപ്പെടുത്തുന്നു. ഇവരുടെ ലഹരി കച്ചവടത്തെ എതിർത്തതോടെ പോലീസിനെ കൂട്ടുപിടിച്ച് കേരളത്തിന് വെളിയിൽ വെച്ച് ഈ സംഘം തന്നെ എൻകൗണ്ടറിലൂടെ കൊല്ലാൻ നീക്കം നടത്തിയെന്നും അനീഷ് പറയുകയാണ്. എഫ് കമ്പനി എന്ന് പേരിട്ട് പ്രവർത്തിക്കുന്ന ഈ ഗ്യാങ്ങുകളുടെ പ്രധാന വരുമാന മാർഗമെന്നതും ലഹരി കച്ചവടം തന്നെയെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയാണ്. അത് മാത്രമല്ല, ഇതിനൊത്താശ ചെയ്ത് നൽകുന്ന പോലീസും ഗുണ്ടകളും ഒക്കെയായി ഭായി ബന്ധമെന്നും മരട് അനീഷ് വെളിപ്പെടുത്തുന്നു. ഗുണ്ടായിസവും റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളുമല്ല ക്രിമിനൽ ഗ്യാങ്ങുകളുടെ പ്രധാന വരുമാന മാർഗമെന്നും തായ്വാനിൽ നിന്നടക്കം വൻതോതിൽ ലഹരി മരുന്ന് നഗരത്തിലേക്ക് ഒഴുകുകയാണ്. ഇവയെ നിയന്ത്രിക്കുന്നത് കൊച്ചിയിലെ ഗുണ്ട അധോലോക സംഘമെന്നും മരട് അനീഷ് വ്യക്തമാക്കുകയാണ്. എഫ് കമ്പനി എന്ന് പേരിട്ടാണ് ഇടപാടുകൾ അധികം നടത്തുന്നത്. കൂടാതെ എൻകൗണ്ടറിലൂടെ തന്നെ കൊല്ലാൻ നീക്കമുണ്ടായ വിവരങ്ങളും മരട് അനീഷ് വെളിപ്പെടുത്തുകയാണ്. തമിഴ്നാട്ടിലും കർണാടകയിലും അടക്കം നീക്കം നടന്നിരുന്നു. ലഹരി കച്ചവടത്തിന് പിന്തുണ നൽകാത്തതിനുള്ള വൈരാഗ്യം കാരണം കൊച്ചിയിലെ ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ എൻകൗണ്ടറിന് ചരട് വലിച്ചുവെന്നും അനീഷ് പറയുകയാണ്. വിയൂർ ജയിലിൽ വെച്ച് തന്നെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്തതിന് പിന്നിലും കൊച്ചിയിലെ ചില പോലീസ് ഉദ്യോഗസ്ഥരുണ്ടെന്നും അനീഷ് വ്യക്തമാക്കുന്നു. 2023 അത്തരമൊരു സംഭവം നടന്നത്. വിയൂർ ജയിലിലെ തടവുകാരായ അഷ്റഫ് ഹുസൈൻ എന്നിവർ ചേർന്നാണ് മരട് അനീഷിനെ വധിക്കാൻ ശ്രമം നടത്തിയത്. ബ്ലൈഡ് കൊണ്ടുള്ള ആക്രമണത്തിൽ ഇയാളുടെ തലയിലും ദേഹത്തും മുഖത്തും മുറിവേറ്റിരുന്നു. അനീഷിനെ ആക്രമണത്തിൽ നിന്ന് രക്ഷിക്കാൻ ശ്രമിച്ച ജയിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ബിനോയ്ക്കും അന്ന് പരിക്കേറ്റിരുന്നു. സെൻട്രൽ ജയിലിലെ ആശുപത്രി ബ്ലോക്കിലായിരുന്നു അനീഷിനെ പാർപ്പിച്ചിരുന്നത്. ഹെപ്പറ്റൈറ്റിസ് രോഗബാധിതരായ ഹുസൈനും അഷ്റഫും പരിശോധനയ്ക്ക് എത്തിയതായിരുന്നു. ജയിലിലെ ബാർബർ ഷോപ്പിൽ നിന്ന് ഇവർ തന്ത്രപൂർവ്വം കൈക്കലാക്കിയ ബ്ലൈഡ് ഉപയോഗിച്ചാണ് ഇവർ ഇരുവരും കരുതിക്കൂട്ടി അനീഷിനെ ആക്രമിച്ചത്. പിടിച്ചുമാറ്റാൻ ജീവനക്കാർ ശ്രമിച്ചപ്പോൾ ശരീരം മുറിച്ച് രക്തം ചീറ്റിക്കുമെന്ന് ഭീഷണി മുഴക്കുകയും ചെയ്തു. തുടർന്ന് സ്വയം മുറിക്കുകയും ചെയ്തു എന്നാണ് അന്ന് റിപ്പോർട്ടുകൾ പുറത്തുവന്നത്. പിടിച്ചുമാറ്റിയ ഉദ്യോഗസ്ഥർ രക്തത്തിൽ കുളിച്ച നിലയിലായിരുന്നു. അതായത് വ്യക്തി വൈരാഗ്യമാണ് അനീഷിനെ വധിക്കാൻ പ്രേരണയായത് എന്നായിരുന്നു അന്ന് വെളിപ്പെടുത്തിയതെങ്കിലും ഇതിന് പിന്നിൽ പോലീസ് തന്നെ കൂട്ടുനിന്നു എന്നാണ് ഇപ്പോൾ അനീഷ് പറയുന്നത്. കോഴിക്കോട് അമ്പലത്തോട് സ്വദേശിയാണ് അഷ്റഫ്. എറണാകുളം ജില്ലക്കാരനാണ് ഹുസൈൻ. ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ അനീഷിനെ അന്ന് തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ മരട് അനീഷ് തന്നെ നടത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് തേടേ ന്യൂസ്.